പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് CM Punkനെ സംബന്ധിച്ചുള്ളതാണ്. CM Punkന്റെ നെക്സ്റ്റ് ബിഗ് ഗോൾ എന്ത് എന്നുള്ളത് CM Punk തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ബിഗ് പ്ലാൻ എന്ന് പറയുന്നത് റസൽമീനിയയുടെ രണ്ടാമത്തെ ദിവസം മെയിൻ ഇവൻറ്റ് ചെയ്യുകയാണെന്നുള്ളത് CM Punk വെളിപ്പെടുത്തിയിരിക്കുന്നു. CM Punkനെ സംബന്ധിച്ച് റസൽമീനിയ പോലെയുള്ള ഒരു ബിഗ്ഗസ്റ്റ് സ്റ്റേജിൽ മെയിൻ ഇവൻറ്റ് മത്സരം കളിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ വലിയൊരു സ്വപ്നം. അത് റസൽമീനിയ 41 ഈ ഒരു വർഷത്തോടുകൂടി റസൽമീനിയ 41 ആദ്യ ദിവസം മെയിൻ ഇവൻറ്റ് ചെയ്ത് പങ്കിന് സഫലീകരിക്കാൻ സാധിച്ചു. നെക്സ്റ്റ് ഗോൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ദിവസം, അതായത് റസൽമീനിയയിലെ തന്നെ ഏറ്റവും വലിയ മത്സരമായി നമ്മൾ എപ്പോഴും കാണാറുള്ളത് രണ്ടാമത്തെ ദിവസത്തിലെ മെയിൻ ഇവൻറ്റ് മത്സരമാണ്. അപ്പോൾ അതിൽ മെയിൻ ഇവൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് CM Punkന്റെ നെക്സ്റ്റ് ബിഗ് ഗോൾ എന്നുള്ളത് CM Punk വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിലെ ലൈവിന് ഇടയിലാണ് CM Punk ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഇതേ ഒരു ലൈവിനിടയിൽ CM Punk പറഞ്ഞ മറ്റൊരു പോയിന്റ് ഉണ്ട്. ഒരു ആരാധകൻ കമൻറ്റ് ചെയ്യുകയുണ്ടായി CM Punk എന്തിനാണ് മാറി നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പങ്ക് ആരാധകനോട് പറഞ്ഞ ഒരു മറുപടി, ഒരു ആഴ്ചയല്ലേ ആയിട്ടുള്ളൂ താൻ മാറി നിൽക്കാൻ തുടങ്ങിയിട്ട്, ഇതിനു മുൻപ് താൻ കൃത്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ഒരാഴ്ചയെങ്കിലും താൻ മാറി നിന്നോട്ടെ, എനിക്ക് കൂടുതൽ സമയം മാറി നിൽക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, എന്നാലും ഒരാഴ്ചയല്ലേ ആയിട്ടുള്ളൂ താൻ മാറി നിൽക്കാൻ ആരംഭിച്ചിട്ട്, തൻ്റെ തിരിച്ചുവരവ് ഉടനെ ഉണ്ടാകുമെന്നുള്ളതും CM Punk പറയുന്നുണ്ട്. എന്നാൽ നാളെ നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിൽ CM Punk അപ്പിയർ ചെയ്യില്ല എന്നുള്ളതും CM Punk ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ CM Punkന്റെ ഒരു തിരിച്ചുവരവ് മണി ഇൻ ദ ബാങ്ക് പ്രീമിയം ലൈവ് ഇവൻറ്റിന് മുൻപ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. CM Punkന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് പോൾ ഹേമൻ്റെ ഫാക്ഷൻസ്, ത്രോൺസും ബ്രോൺ ബ്രേക്കറും ഒക്കെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആ ഫാക്ഷനെതിരെയാണ് സ്റ്റോറി. അവർ CM Punkനെ ആക്രമിക്കുന്നതാണ് റസൽമീനിയ 41 കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ റോ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. അതിനുശേഷം CM Punkന്റെ ഒരു അപ്ഡേറ്റ് റോയിൽ അവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ CM Punk ഇങ്ങനെയുള്ള ചില അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ബിഗ് പ്ലാനുകളും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസും വെളിപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് WWE മുൻ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യനായ ആൽബർട്ടോ ഡെൽ റിയോ WWEയിലേക്ക് തിരികെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന ബ്രേക്കിംഗ് ന്യൂസുകളുടെ സത്യാവസ്ഥ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറയുകയാണെങ്കിൽ റസൽമീനിയ 41 ആരംഭിക്കുന്നതിന് മുൻപ് WWE ഒരു വമ്പൻ വാർത്ത പുറത്തേക്ക് വിട്ട്. അത് മറ്റൊന്നുമല്ല, മെക്സിക്കൻ റെസ്ലിംഗ് കമ്പനിയായ, ലോകത്തിലെ ഏറ്റവും പ്രശസ്ത കമ്പനികളിൽ ഒന്നായ AAA ലൂച്ച ലിബ്രെ എന്ന് പറയുന്ന കമ്പനിയെ WWE വാങ്ങുന്നു എന്നുള്ളൊരു വാർത്തയാണ് AAAയും WWEയും ഒരുമിച്ച് പുറത്തേക്ക് വിട്ടത്. AAA എന്ന കമ്പനിയിലെ മെഗാ ചാമ്പ്യൻ കൂടിയാണ് ആൽബർട്ടോ ഡെൽ റിയോ. അപ്പോൾ WWE ഒരു കമ്പനിയെ വാങ്ങുകയാണെങ്കിൽ ആ കമ്പനി സൈൻ ചെയ്തിട്ടുള്ള റെസ്ലേഴ്സൊക്കെ WWE കോൺട്രാക്റ്റിൻ്റെ ഭാഗത്തിലേക്ക് വരും. അങ്ങനെയാണ് ആൽബർട്ടോ ഡെൽ റിയോ WWEയുമായിട്ട് പിന്നെയും സൈൻ ചെയ്യപ്പെടാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത വരാനുള്ള കാരണം. പക്ഷേ ആൽബർട്ടോ ഡെൽ റിയോ സൈൻ ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അത് ഇത്രയും വിവാദമാകാനും ഇത്രയും ചർച്ചയാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം മുൻ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻ ആണ് എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം കമ്പനി വിട്ടു പോകാൻ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ കുറേയധികം കേസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 47 വയസ്സ് പ്രായമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രായമായിട്ടുള്ള, ഇത്രയും കേസുകളൊക്കെ നേരിട്ടിട്ടുള്ള, ഡൊമസ്റ്റിക് വയലൻസ് പോലും നടത്തിയിട്ട് അദ്ദേഹത്തിനെതിരെ കേസ് വന്നിട്ടുള്ള ഒരു റെസ്ലറിനെ, അത് ചാമ്പ്യൻ ആണെങ്കിലും ചാമ്പ്യൻ അല്ലെങ്കിലും അദ്ദേഹത്തെ എന്തിന് തിരികെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ആരാധകർ ചോദിക്കുന്നത്. കൂടാതെ 2 ദിവസം മുൻപ് റെസ്ലേഴ്സിനെയൊക്കെ റിലീസ് ചെയ്ത് വമ്പൻ ഒരു ഷോക്കിംഗ് ന്യൂസ് WWE പുറത്തേക്ക് വിട്ടതിൻ്റെ ഒപ്പം തന്നെ ആൽബർട്ടോയെ പോലെയുള്ള പ്രായമായിട്ടുള്ള, ഒരിക്കലും റെസ്ലിങ്ങിന് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റെസ്ലർ അദ്ദേഹത്തെ എന്തിന് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്നത്. HHഉം മാനേജ്മെൻറ്റും എടുക്കുന്ന മണ്ടത്തരങ്ങളിൽ ഒന്നാണോ, അല്ലെങ്കിൽ മണ്ടത്തരങ്ങളിലെ ഏറ്റവും വലുതാണോ ആൽബർട്ടോ ഡെൽ റിയോയെ തിരികെ കൊണ്ടുവരുന്നത് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടക്കുന്നുണ്ട്. ചില അപ്ഡേറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്, AAA എന്ന് പറയുന്ന കമ്പനിയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് ആൽബർട്ടോ ഡെൽ റിയോക്ക് ഉണ്ട്. അല്ലാതെ WWE ഡയറക്റ്റ് ആൽബർട്ടോ ഡെൽ റിയോയെ കോൺട്രാക്റ്റിലൂടെ സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതും കേൾക്കുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ ലഭിക്കും, ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.